ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെയാണെങ്കിൽ ദേവയാനിയാണെങ്കിൽ ആദർശ് നയനി ഓഫീസിൽ പോയില്ലേ, അവർ വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് നയനിയും ആദർശിനെയും കാണുമ്പോൾ. പക്ഷേ അവരടുത്തേക്ക് വരുമ്പോൾ ദേവയാനി പെട്ടെന്ന് മുഖഭാവമൊക്കെ മാറ്റി ദേഷ്യത്തിലിരിക്കുകയാണ്. നയനിയെ കാണിക്കാൻ വേണ്ടിയാണ് ദേഷ്യത്തിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദേവയാനി പറയുകയാണ്, കലക്ടർ ഉദ്യോഗം കഴിഞ്ഞ് വന്നതല്ലേ, പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാൻ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഇത് അമ്മയാണോ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ജാനകി വരും, ആ മരുമകൾ ജോലിക്ക് പോയിരിക്കുകയല്ലേ, പിന്നെ ഞങ്ങളല്ലേ പലഹാരം ഉണ്ടാക്കേണ്ടതെന്ന്. ആദർശ് പറയുകയാണ്, എന്തിനാ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഞാൻ ജോലിക്കാരിയെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയല്ലേ വേണ്ടാന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ജോലിക്കാരിയെ വെക്കേണ്ട, പുറത്തു നിന്ന് ആരും ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയോടാം, എനിക്ക് കുഴപ്പമില്ല എന്ന്. ശേഷം ദേവയാനി ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ ഭാര്യ ഇന്ന് ഓഫീസിൽ വന്ന് എന്തോ മലമറിക്കുമെന്നൊക്കെയല്ലേ നീ പറഞ്ഞത്, ഇന്ന് അവൾ വന്നിട്ട് എന്തെങ്കിലും മറിച്ചോ എന്നപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അതെന്താ ചോദ്യം അമ്മേ, എന്തായാലും നയന വന്നിട്ട് 2 ഡിസൈനൊക്കെ വരച്ചിരുന്നു എന്ന്. ഈ പ്രാവശ്യത്തെ വിഷു നമ്മൾ തന്നെ കൊണ്ടുപോകും, ഈ പ്രാവശ്യത്തെ ഓണവും നമ്മളല്ലേ കൊണ്ടുപോയത് എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇവളെ കൊണ്ട് കമ്പനിക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, വളർന്നു വരുമ്പോൾ സ്വഭാവം മാറാതെ ഇരുന്നാൽ മതി. ജാനകി പറയുകയാണ്, നമ്മളെ കമ്പനിയിൽ നിന്ന് ഇവൾ വളർന്ന് വലുതായതിന് ശേഷം നമ്മളെ കമ്പനിയിൽ ജോലി മതിയാക്കി ഇവൾ വേറെ ഏതെങ്കിലും കമ്പനിയിലേക്ക് ജോലിക്ക് പോകുമോ എന്തോ, ഇനി ആദർശിനെയും വേണ്ടാന്ന് വെക്കുമോ എന്നോ, അങ്ങനത്തെ സ്വഭാവമാണ് ഇവൾക്കുള്ളതെന്ന്. അപ്പോൾ നയന പറയുകയാണ്, ചിലപ്പോൾ ജോലി വേണ്ടെന്ന് വെച്ചാലും എൻ്റെ ഭർത്താവിനെ ഞാൻ വേണ്ടാന്ന് വെക്കത്തില്ല എന്ന്. ജാനകിയാണെങ്കിൽ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, നയനയെ നല്ല ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലുള്ള കുട്ടിയെന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ ഇതൊന്നും ആദർശിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇളയമ്മയുടെ മരുമകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാമെന്ന് പറഞ്ഞിട്ട് നയനയെ വിളിച്ചുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ നല്ല മറുപടി ജാനകിക്ക് കൊടുത്തത് കേട്ട് സന്തോഷത്തിലാണ് ദേവയാനി. അതിനുശേഷം അവരവിടെ നിന്ന് പോകുമ്പോൾ ദേവയാനിയുടെ അടുത്ത് ജാനകി പറയുകയാണ്, അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല, അവൾ വേണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ആദർശിനെയും വിട്ടുപോകും എന്നിങ്ങനെ. അപ്പോൾ മനസ്സിൽ ദേവയാനി വിചാരിക്കുകയാണ്, ചിലപ്പോൾ നീ നിൻ്റെ ഭർത്താവിനെ വിട്ടുപോകുമായിരിക്കും, എൻ്റെ മരുമകൾ ഒരിക്കലും എൻ്റെ മകനെ വിട്ടുകളയില്ല എന്ന് മനസ്സിൽ ദേവയാനി ഓർക്കുകയാണ്. ജാനകി ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, ഏട്ടത്തെ അവളെ ജോലിക്ക് വിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, എന്തിന് വെറുതെ അവളെ ജോലിക്ക് വിട്ടതെന്നൊക്കെ. അപ്പോൾ ദേവയാനി പറയുകയാണ്, അവളെ ഇവിടെ എനിക്ക് കുറേ സമയമൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ ജോലിക്ക് വിട്ടത്. അതാകുമ്പോൾ ആദർശിന് അവളെ കാണുകയും ചെയ്യാം, എനിക്ക് അവളെ കാണാതെ ഇരിക്കാം, അപ്പോൾ രണ്ടുപേരുടെ ആഗ്രഹം നടക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ അവളെ ജോലിക്ക് വിട്ടതെന്ന്. ഇപ്പോൾ ഈ അവൾ ജോലിക്ക് പോകുന്ന കാര്യത്തിൽ ഞാനും എൻ്റെ മോനും ഹാപ്പിയാണ്, ഇനി അവളെ ഞാൻ തടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ജാനകിയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ശേഷം അനിയും നന്ദു ആണെങ്കിൽ സംസാരിക്കുകയാണ്. ഇങ്ങനെ ആദർശ് ഏട്ടൻ്റെ കമ്പനി ചീഫ് ഡിസൈനറായി ജോലി ചെയ്ത കാര്യമൊക്കെയാണ് സംസാരിക്കുക. എന്നിട്ട് അനി നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ എൻ്റെ കമ്പനി ജോലിക്ക് വന്നില്ലെങ്കിൽ വേണ്ട, നീ നിൻ്റെ ചേച്ചിയുടെ കമ്പനിയിൽ നിനക്ക് ജോലിക്ക് പൊയ്ക്കൂടെ നന്ദു എന്ന്. നന്ദു ആണെങ്കിൽ പറയുകയാണ്, ഇപ്പോൾ ഞാൻ NSA സെലക്ഷൻ കിട്ടാൻ വേണ്ടി ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുകയാണ്, അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന്. അപ്പോൾ എനിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല നന്ദു ഈ ഫീൽഡിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് അനി തുറന്നു പറയുകയും ചെയ്തു, എനിക്കത് ഇഷ്ടമല്ല നീ ഈ ഫീൽഡിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ നന്ദു പറയുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടമല്ലേ നോക്കുന്നത്, അല്ലാതെ നിൻ്റെ ഇഷ്ടമല്ലല്ലോ എന്ന്. നന്ദു പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ SA ടെസ്റ്റ് എഴുതി, ഇനി അതിൻ്റെ മുകളിൽ IPS ടെസ്റ്റും കൂടി എഴുതി അതിൻ്റെ മുകളിലേക്ക് പോകുമെന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദു പറയുകയാണ്, എന്നാലും നീ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ നിൻ്റെ അടുത്ത് ഓടി എത്തുമെന്ന്. എൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവുകയാണ്. അതിനുശേഷം നന്ദു അനിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് അനാമികയെ കൂടി നിൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദുവിൻ്റെ അടുത്ത് അനി പറയുകയാണ്, എൻ്റെ ജീവിതം ഞാൻ നിൻ്റെ തുറന്ന് കാട്ടിയിട്ട് എന്താ നന്ദു നീ മനസ്സിലാക്കാത്തതെന്ന്. അങ്ങനെ പറയുമ്പോൾ നന്ദുവിനാണെങ്കിൽ വിഷമമാവുകയാണ്. അതിനുശേഷം നന്ദു ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മിക്കുന്നത്. അനിയുടെ വിവാഹം കഴിഞ്ഞാലും മോള് സ്നേഹിച്ച പയ്യനുമായിട്ടായിരിക്കും മോൾക്ക് വിവാഹം നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ കാര്യമൊക്കെ നന്ദു ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അനി പറയുകയാണ്, ഞാനൊരു പുരോഹിതനെ കണ്ടിരുന്നു, അപ്പോഴാണെങ്കിൽ ഞാനും അനാമികയായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകത്തില്ല എന്നാണ് പുരോഹിതൻ പറഞ്ഞതെന്ന് നന്ദുവിൻ്റെ അടുത്ത് അനി പറയുകയാണ്. ശേഷം അനിയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ്, അനാമികയും ഞാനുമായിട്ട് ഉള്ള ബന്ധം മുന്നോട്ട് പോകത്തില്ല, അനാമിക ഇനി ആ ബന്ധം അവസാനിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിലേക്ക് എന്തായാലും എൻ്റെ വീട്ടുകാർ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കത്തില്ല, അതിലേക്ക് നിനക്ക് വന്നൂടെ എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നന്ദുവിനാണെങ്കിൽ ചെറിയ നാണമൊക്കെ തോന്നുന്നു. അതിനുശേഷം അനി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നയനയാണ് കാണിക്കുന്നത്. നവ്യയാണെങ്കിൽ ദേവാനി ഉണ്ടാക്കിയ പലഹാരം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നയന വരുന്നത്. അപ്പോൾ നവ്യ പറയുകയാണ്, നിൻ്റെ അമ്മയ്ക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കാറ് എന്താ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നയനയും പറയാം, ഞാനും കഴിച്ചു ചേച്ചി, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്.
എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ അമ്മായിയമ്മയ്ക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ തീർന്നു എന്ന് തോന്നുന്നു ചേച്ചി എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ് അതൊരിക്കലുമല്ല, നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ആ മുഖത്ത് ദേഷ്യം കാണുന്നു എന്ന്. ശേഷം അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നയന പറയുകയാണ് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, ആദർശേട്ടൻ എന്നെയും വിളിച്ചിട്ടുണ്ട്, ഞാൻ വരച്ച ഡിസൈനുകൾ ഓരോ ക്ലയൻറ്റിൻ്റെ കാണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നയന പറയുകയാണ് ഞാൻ എന്തായാലും ആ ഫംഗ്ഷന് പോകുന്നില്ല എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് അത് ശരിയല്ലല്ലോ മോളെ, ഇങ്ങനെ ഒരു അവസരം ഒരിക്കലല്ലേ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് നീയും ആദർശേട്ടൻ്റെ നീയും പൊയ്ക്കോ എന്ന്. എനിക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കണമെന്നൊന്നും അല്ലായിരുന്നു എൻ്റെ താല്പര്യം. ഇപ്പോൾ എന്തായാലും ആദർശേട്ടൻ്റെ കൂടെ എന്നെ ജോലിക്ക് വിട്ടല്ലോ, അതെങ്കിലും എൻ്റെ അമ്മായിയമ്മ ചെയ്തല്ലോ എന്ന് ഇങ്ങനെ നയന പറയുമ്പോൾ നവ്യ പറയണം അത് നിൻ്റെ മുഖം ഒരിക്കലും കണ്ട എന്നുള്ള രീതിയിലാണ് നിൻ്റെ അമ്മായിയമ്മ അങ്ങനെ ഒരു ജോലി നിനക്ക് തയ്യാറാക്കി തന്നേന്ന്. പക്ഷെ നവ്യ പറയുകയാണ് എന്തായാലും കുഴപ്പമില്ല, നിൻ്റെ അമ്മായിയമ്മ ആ തീരുമാനം എടുത്തതുകൊണ്ട് നിൻ്റെ കഴിവ് എന്തായാലും ക്ലാവ് പിടിച്ച് പോകത്തില്ലല്ലോ, ആ കഴിവ് കൂടുതൽ വർദ്ധിക്കുകയല്ലേ ചെയ്യുള്ളൂ, എന്തായാലും ഒരു നല്ല തീരുമാനം തന്നെ നിന്നെ ജോലിക്ക് വിട്ടതെന്ന്. അതിനുശേഷം ഞാൻ പറയുകയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ആദർശേട്ടൻ ഇന്നത്തെ രാത്രി മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് ആദർശേട്ടൻ മാറി നിൽക്കുന്നതുകൊണ്ട് നിനക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ എന്ന്. എന്നിട്ട് നവ്യ പറയുകയാണ് പല രാത്രികളും അഭി വരാതെ ഇരിക്കാറുണ്ട്, അഥവാ വന്നാൽ തന്നെ കുടിച്ചിട്ടൊക്കെയാണ് വരുന്നത്, കുടിച്ചിട്ടൊക്കെ വന്ന് ഞാൻ ഉറങ്ങിയതിന് ശേഷമാണ് അവൻ വരുന്നത്, എന്തിനാ ഇങ്ങനെ വരുന്നതെന്ന്, ഇങ്ങനെ കുടിച്ചിട്ട് വരുന്നതെന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അടുത്തുള്ള ജീവിതം മടുത്തിട്ടാണ് ഇങ്ങനെ കുടിച്ചിട്ട് വരുന്നതെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോലും അവയ്ക്ക് സ്നേഹമില്ല എന്ന് പറയുന്നത്. അതിനുശേഷം നവ്യ പറയുന്നുണ്ടായിരുന്നു അമ്മയും ഞാനും ഒക്കെ ആഗ്രഹിച്ചത് നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന് ഒരുപാട് സ്വത്തൊക്കെ വേണമെന്നാണ്, പക്ഷേ അതല്ല ഒരു പെണ്ണിന് വേണ്ടത്, നല്ല ഒരു ഭർത്താവിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നവ്യ സങ്കടത്തോടെ നിൽക്കുകയാണ്. ശേഷം നേനെ പറയുകയാണ് എല്ലാം ശരിയാകും ചേച്ചി എന്ന് സമാധാനപ്പെടുത്തുകയാണ്. അതിനുശേഷം നേനെ പറയുന്നു ഞാനും ആദർശേട്ടന് വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ കീരിയും പാമ്പും ആയിരുന്നില്ല, ഇപ്പോൾ എന്തുമാത്രം സ്നേഹിക്കുന്നു, അതുപോലെ ശരിയാവും എന്ന് പറയുമ്പോൾ നവ്യ പറയുകയാണ് അതുപോലെ ശരിയാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, അവൻ അഥവാ ശരിയാവണമെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം എന്ന് പറയും. അതിനുശേഷം ദേവയാനിയാണെങ്കിൽ ആദർശിൻ്റെ നൈനിയുടെയും വിവാഹം കഴിഞ്ഞ വീഡിയോ ഫോണിൽ കൂടി കാണുകയാണ്. അനാമിക അങ്ങോട്ട് വരികയാണ്. അനാമിക വന്നിട്ട് വല്യമ്മയെന്ന് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താ മോളെ എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് എനിക്കിവിടെ തുടരാൻ കഴിയില്ല വല്യമ്മ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുകയാണ് എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നത്, എല്ലാം മനസ്സിലാക്കിയല്ലേ ജീവിക്കേണ്ടതെന്ന്. ഇവിടെ തറവാട്ടിൽ നിന്ന് ഇതുവരെയ്ക്കും ആരും ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല, അത് മുത്തശ്ശനും മുത്തശ്ശിക്കും സഹിക്കില്ല മോളെ എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുകയാണ് അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ തുലയ്ക്കണമോ എന്ന്. എന്നിട്ട് അനാമിക പറയുകയാണ് അവനിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, അവനാണെങ്കിൽ ഏട്ടത്തിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് ആദർശന് നേരത്തെ നയനയുടെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലായിരുന്നല്ലോ, അവൻ പിന്നീടാണല്ലോ നയനയെ സ്നേഹിച്ചു തുടങ്ങിയത്, ഈ സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. ദേവയാനി അതൊന്നും അനാമികയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം അനാമികയാണെങ്കിൽ പറയുന്നു വലിയമ്മ എന്തിനാന്തോ അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന്. എനിക്ക് നയനയെ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഞാൻ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയണം മോൾ എന്തിനാ അവരെ കൂടി വിഷമപ്പെടുത്തിയിരിക്കുന്ന, നീ മോൾ അങ്ങോട്ട് പോയി നിന്ന് അവർക്കും കൂടി വിഷമാകത്തില്ലേ എന്ന്. അവിടെ പോയി നിൽക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് ഇവിടെ ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് വന്നേക്കെന്ന്, ഞാനൊരു ഒറ്റ മോളല്ലേ, അതുകൊണ്ട് അവർക്ക് എൻ്റെ വിഷമങ്ങൾ മനസ്സിലാവുമെന്ന്. ദേവയാനി പറയണം എന്തായാലും മോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്കും ജയേട്ടനും ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ഭയങ്കര വിഷമാവും എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുന്ന വല്യമ്മ എന്ന് വെച്ച് ഞാൻ എത്രയും നിറഞ്ഞാൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് എന്നാലും മോൾ സമാധാനപ്പെട്ട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അനിയുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ദേവയാനി അനിയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അനിയുടെ അടുത്ത് പറയുകയാണ് എൻ്റെ അടുത്ത് അനാമിക ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോനെ എന്ന്. അപ്പോൾ അനി പറയുകയാണ് അവളിങ്ങനെ തന്നെ ഓരോരിടത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്ന്. ദേവയാനി പറയുകയാണ് മോള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ, നീ ഒന്ന് പുറത്ത് കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചെയ്യുന്നുണ്ടോ എന്നും. നീ പറയുകയാണ് എങ്ങനെയാണ് വലിയമ്മയെ ഞാൻ കൊണ്ടുപോകും, പുറത്ത് കൊണ്ടുപോയാലും അവൾ എൻ്റെ അടുത്ത് വഴക്ക് കൂടിയുള്ളൂ, അവൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല, അവൾക്ക് അനന്തപുരി തറവാട്ടിലെ മരുമകളാന്ന് പേര് പറഞ്ഞ് നടക്കേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ അടുത്ത് അവൾക്കൊരു സ്നേഹമോ താല്പര്യമോ ഇല്ല എന്ന്. ഈയോട് ദേവയാനി ചോദിക്കുകയാണ് നിനക്ക് അനാമികയോട് സ്നേഹം ഉണ്ടോ എന്ന്. അപ്പോൾ അനി പറയുകയാണ് എൻ്റെ അടുത്ത് അവൾക്ക് സ്നേഹമില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് അവളുടെ അടുത്ത് സ്നേഹം കാണുമെന്ന്. ശേഷം ദേവയാനി അനിയുടെ അടുത്ത് പറയുകയാണ് നമ്മുടെ തറവാട്ടിൽ ഇതുവരെയ്ക്കും ആരും വിവാഹം കഴിഞ്ഞതിന് ശേഷം ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല, അത് മുത്തച്ഛനും മുത്തശ്ശിക്കും ഭയങ്കര വിഷമമാകും. ആദർശാണെങ്കിൽ നയനീനെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആദർശന് നയനീൻ്റെ അടുത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ആദർശ് നയനയുമായിട്ടുള്ള ബന്ധം പിരിയാത്തത് എന്ന്. അപ്പോൾ അനി പറഞ്ഞു കൊടുക്കുകയാണ് ഏട്ടനും ഏട്ടത്തിക്കും വിവാഹം കഴിഞ്ഞെങ്കിലും ഏട്ടന് സ്നേഹമില്ലായിരുന്നെങ്കിലും ഏട്ടത്തിക്ക് ഒരുപാട് ഏട്ടൻ്റെ അടുത്ത് സ്നേഹമുണ്ടായിരുന്നു എന്ന്. ഏട്ടത്തിക്ക് ആദർശ് ഏട്ടനോടുള്ള സ്നേഹം എനിക്കറിയാമായിരുന്നു, ഏട്ടത്തിയുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന്.
ദേവയാനി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ബന്ധം തകരുന്നതിൽ എനിക്കും വലിയച്ഛനും ഭയങ്കര വിഷമമാണ്, നിൻ്റെ ചുറ്റും നിന്നെ സ്നേഹിക്കുന്നവർക്കും കൂടി വിഷമാവുന്നുള്ള കാര്യം നീ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ദേവയാനി പറയുമ്പോൾ അനി പറയുകയാണ്, എന്നെ സ്നേഹിക്കാത്തവളെ എനിക്ക് തിരിച്ച് സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല എന്ന്, ഇങ്ങനെ തന്നെ പോകുമെന്ന്. മരണത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ പച്ചപ്പുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പുമില്ല, എൻ്റെ സങ്കടം എന്താ ആരും മനസ്സിലാക്കാത്തതെന്ന് വിഷമത്തോടെ അനി സംസാരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാണ് എല്ലാവരും കൂടി എൻ്റെ തലയിൽ കെട്ടി വെച്ച് തന്നത്. ആദർശേട്ടൻ്റെ അടുത്ത് ഞാൻ വിവാഹത്തിൻ്റെ തലേ ദിവസവും പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാണ് ഇതെന്ന്. വിഷമവും സങ്കടവും ആരും മനസ്സിലാക്കുന്നില്ല എന്ന സങ്കടത്തോടെ ദേവയാനിയുടെ അടുത്ത് അനി ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. ദേവയാനി പറയുകയാണ്, അനാമികയും നീയും ഒരുമിച്ച് നല്ല രീതിയിൽ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി സങ്കടത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അബിയാണ് കാണിക്കുന്നത്. അബി പോകാൻ വേണ്ടിയാണ് അബി വരുന്നത്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, നീ എവിടേക്കാടാ പോണതെന്ന് ചോദിക്കുമ്പോൾ അബി പറയുകയാണ്, എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന്. ജലജ പറയുകയാണ്, എനിക്കറിയാം നീ പല പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന്, നിനക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷവും നിനക്ക് ഇതിനൊന്നും ഒരു കുറവുമില്ല, നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭാര്യ വന്നിട്ടും നീ പല പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജലജയുടെ ഒരു പ്ലാൻ അങ്ങ് അബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ത്തിനും പണത്തിനും ആർത്തിയില്ലാത്ത ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി എന്ന്. അപ്പോൾ അഭി ചോദിക്കുകയാണ് എന്തിനാന്ന്. അപ്പോൾ ജലജ പറയുകയാണ്, നിൻ്റെ അമ്മാവിക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ ഇതുവരെയ്ക്ക് ആദർശ് കാണിച്ചു കൊടുത്തിട്ടില്ല, ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി 50 ലക്ഷം രൂപയാണ് ആദർശിൻ്റെ കയ്യിൽ നിൻ്റെ അമ്മാവി കൊടുത്തത്, അത് ഇതുവരെയ്ക്കും പ്രസൻറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അഭിനയിക്കാൻ കിട്ടിയാൽ നമുക്ക് ആ കുട്ടിയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാമായിരുന്നു എന്ന്. നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണം തട്ടിയെടുക്കാമെന്ന്. അതിനുശേഷം ജലജ പറയുകയാണ്, നീ കാണിച്ചു കൊടുത്താൽ നിനക്ക് ഒരുപാട് പൈസ ആ പേരും പറഞ്ഞ് നമുക്ക് തട്ടിയെടുക്കാമെന്ന്, അതുകൊണ്ട് നീ തന്നെ കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ അബി പറയുകയാണ്, അതെങ്ങനെയാണ് ശരിയാവുക, ആ പെൺകുട്ടിയെ ആദർശേട്ടനും ജയമാമനും ഒക്കെ അറിയാമല്ലോ എന്ന്. അപ്പോൾ ജലജ പറയുകയാണ്, നീ നിൻ്റെ അമ്മാവിക്ക് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തതിന് ശേഷം അമ്മാവിയുടെ അടുത്ത് പറഞ്ഞാൽ മതി ഈ പെൺകുട്ടിയെ കണ്ട കാര്യം. അപ്പോൾ നിൻ്റെ അമ്മാവിക്കാണെങ്കിൽ ഇതുവരെയ്ക്കും കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ച് ആദർശോ അമ്മാവനോ ഇതുവരെയ്ക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ പ്ലാൻ വിജയിക്കുമെന്ന്. അപ്പോൾ അബിയും പറയുകയാണ്, എനിക്കല്ലെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്, കമ്പനിയിൽ ഒരു സ്ഥാപനം പോലും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല, എന്നെ വെറും എംപ്ലോയി ആയിട്ടാണ് അവിടെ പോസ്റ്റ് തന്നിട്ടുള്ളത്, ഒരുപാട് പൈസ സ്ഥാപനം തന്നിരുന്നെങ്കിൽ അടിച്ചു മാറ്റാമായിരുന്നു, അങ്ങനെ എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ രീതിയിലെങ്കിലും അടിച്ചു മാറ്റാൻ അവരുടെ പ്ലാൻ വിജയിക്കും എന്നുള്ള രീതിയിലാണ് അവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഏതെങ്കിലും പെൺകുട്ടിയെ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ അറിയാമല്ലോ കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ പദ്ധതി ദേവയാനിയെ പറ്റിച്ച് അബിയും ജലജയും കൂടി ഒരുപാട് പൈസ അവരെ നിന്ന് അടിച്ചു മാറ്റാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിൽക്കുന്നത്. പക്ഷേ ദേവയാനിയുടെ അടുത്ത് എന്തായാലും ഈ കാര്യം നടക്കില്ല എന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ അത് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.